നിങ്ങളുടെ ഇന്ന് എന്ന ഈ ജ്യോതിഷ വിഷയത്തിൽ നാം ഇന്ന് പ്രതിപാദിക്കുന്ന ഇന്നത്തെ ദിനം 1201 മിഥുനമാസം 28-ാം തീയതി, അതായത് 2026 ജൂലൈ മാസം 12-ാം തീയതി രവിവാരം ഞായറാഴ്ച. ഇന്ന് ഞായറാഴ്ചത്തെ സൂര്യോദയം കാലത്ത് 6:13, അസ്തമയം വൈകിട്ട് 6:47 തൃശ്ശൂരിൽ. ഇന്നത്തെ രാഹുകാലം നിങ്ങൾക്കറിയാം. രാഹുകാലം ഞായറാഴ്ചകളിൽ 4:30 മുതൽ 6 മണി വരെയുള്ള 1.5 മണിക്കൂർ ദൈർഘ്യ സമയമാണ്. നാം ഒരു ശുഭകാര്യങ്ങളിൽ രാഹുകാലത്ത് അനുഷ്ഠിക്കാറുണ്ട്. കറുത്തപക്ഷത്തിലെ ദ്വാദശി തിഥിയാകുന്നു. ഇവിടെ ചന്ദ്രൻ വളരെ ദുർബലമായി വരികയാണ്. ഇനി ഏതാനും ദിവസം കഴിഞ്ഞാൽ സാക്ഷാൽ കറുത്തബാവായി പിതൃക്കൾക്ക് പ്രേതകർമ്മങ്ങളും ശ്രാദ്ധങ്ങളും ബലികർമ്മങ്ങളുമൊക്കെ ചെയ്യണമെന്ന ദിവസവും സമാഗതമാവുകയാണ്. ഏതായാലും കറുത്തപക്ഷത്തിലെ ദ്വാദശിയാണ്. വളരെ ചന്ദ്രൻ ദുർബലമാണെന്നറിയുക. ഇത് ഞായറാഴ്ചത്തെ നക്ഷത്രം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയുക. ഇന്ന് കാലത്ത് 8:25 വരെ രോഹിണി നക്ഷത്രം, 8:25 കഴിഞ്ഞാൽ മകീരം നക്ഷത്രമാകുന്നു. ഈ രണ്ട് നക്ഷത്രങ്ങളും രോഹിണിയും മകീരയും ശുഭനക്ഷത്രങ്ങളാണ്. എല്ലാ ശുഭകാര്യങ്ങൾക്കും നാം സ്വീകരിക്കുന്നു. നന്നന്നെ രോഹിണിമാനു, അന്നപ്രാശം ചോറുണിനി. രോഹിണിയും മാനു എന്ന് വെച്ചാൽ മൃഗശീർഷം മകീര്യം. അതിനാൽ രണ്ട് നക്ഷത്രങ്ങളിൽ ശുഭനക്ഷത്രങ്ങളായി, അത് ചോറൂണായാലും വിദ്യാദാനത്തിനായാലും യാത്രയായാലും മറ്റ് വിവാഹ വിഷയങ്ങളും നാം സ്വീകരിക്കുന്ന നക്ഷത്രങ്ങളാണ്. ഈ രണ്ട് നക്ഷത്രങ്ങൾക്കും പാദങ്ങളൊന്നുമില്ല. എങ്കിലും ഈ രണ്ട് നക്ഷത്രങ്ങൾക്കും, പ്രത്യേകിച്ച് രോഹിണിക്ക് ബലം വരിക ചന്ദ്രൻ വെളുത്തപക്ഷത്തിൽ നിൽക്കുമ്പോഴും പൗർണമിയുടെ അടുത്ത് വരുമ്പോഴുമാണ്. അമാവാസിയുടെ അടുക്കുമ്പോൾ അങ്ങേയറ്റം ബലം നഷ്ടപ്പെടുന്നു ചന്ദ്രൻ എന്നറിയുക. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഇന്നത്തെ ദിനം ശുഭമുഹൂർത്തത്തിന് ഏറ്റവും അനുകൂലമായ സമയം കാലത്ത് 11:15 മുതൽ 12:15 വരെയുള്ള സമയമാണ്. ഈ 11:15-നും 12:15-നും ഇടയിലുള്ള ശുഭ സമയം എല്ലാ ശുഭകാര്യങ്ങൾക്കുമായി നമുക്ക് അനുകൂലമാക്കി സ്വീകരിക്കാവുന്നതാണ്. ഇന്നത്തെ പ്രാർത്ഥനയ്ക്കും നിങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാൻ നല്ലത് ഭദ്രകാളി സങ്കേതങ്ങളാണ്. പലപ്പോഴും വടക്കൻ മലബാറിൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ ആ ഭദ്രകാളിയുടെ പ്രഭാവം വളരെ കൂടുതലായതുകൊണ്ട് അതിനെ പ്രഭാവം കുറക്കാൻ വേണ്ടി ശിവൻ ഭദ്രകാളിയുടെ പ്രദർശനമായി നമുക്ക് കാണാം, മുന്നിൽ കാണാം, അല്ലെങ്കിൽ ഒരു വശത്ത് ശിവനെ കാണും. അത്രത്തോളം ഭദ്രകാളി ചൈതന്യത്തെ കുറക്കാൻ വേണ്ടിയാണ്. ഉഗ്രമൂർത്തിയാണ് ഭദ്രകാളി. അപ്പോൾ അതിൻ്റെ ആ ഉഗ്ര സ്വഭാവത്തെ കുറക്കാനാണ് ശിവനെ അതിനടുത്തായി പ്രതീക്ഷിച്ചിട്ടുള്ളത്. അധിക ഭദ്രകാളി ക്ഷേത്രങ്ങളും ക്ഷേത്രപാലനെയും നമുക്ക് കാണാം. ക്ഷേത്രപാലൻ വളരെ ബലവാനാണ്. അപ്രകാരം സപ്തമാതൃക്കളെ നമുക്ക് കാണാം. എന്നാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഇന്നത്തെ ദിനം ഈ ശുഭമുഹൂർത്തം വളരെ അനുകൂലമാണ്. പ്രാർത്ഥനകളിൽ ഭദ്രകാളി പ്രാർത്ഥനയ്ക്ക് പ്രാമുഖ്യം കൊടുക്കാം. ഓം ഐം ക്ലീം സൗം ഹ്രീം ഭദ്രകാളിയൈ നമഃ മൂലമന്ത്രമാണ്. വളരെയധികം ശക്തമാണെന്നറിയുക. നല്ലൊരു ദിനത്തെ നേരുന്നു. നന്ദി, നമസ്തേ.